Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ്. ഇത് നമുക്ക് ചോറിന്റെ കൂടെ ഒരു കറി ആയിട്ടും അല്ലെങ്കിൽ ദോശ, ചപ്പാത്തി, പൂരി ഇതിന്റെയൊക്കെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് അത് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി മൂത്ത് വരണം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മുടെ പൊടികളെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ആ കുത്തൊക്കെ മാറുന്നത് വരെ നല്ല പോലെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. പൊടികൾ മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1.5 തക്കാളി ചെറുതാക്കി നൈസായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി വെച്ച് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ തീയിട്ടിട്ടുള്ളത്. അപ്പോൾ മൂടി വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് നന്നായി വെന്ത് വരും. അപ്പോൾ നന്നായി വെന്ത് വന്നതിന് ശേഷം 1 മിനിറ്റ് മതി. ആ 1 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നന്നായി ഒന്നുകൂടി ഉടച്ചു കൊടുക്കുക. നന്നായി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ചോറൊക്കെ കൂടെ വളരെ ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.